സാർ കേരളത്തിലെ ഏറ്റവും ഹൈറ്റുള്ള ആണ്. എത്ര ഹൈറ്റ് ഉണ്ട് സാർ? 7'1". വലിയ മനസ്സുള്ള ഉയരക്കാരൻ കമറുദ്ദീനിക്ക വിടവാങ്ങി. 7 അടി 1 ഇഞ്ച് ഉയരമുള്ള കമറുദ്ദീനിക്കയുടെ അടുത്ത് നിൽക്കണമെന്ന ആഗ്രഹം എനിക്ക് സഫലമായത് ഉയരക്കാരുടെ സംഘടനയായ ടോൾമെൻ അസോസിയേഷൻ്റെ കുടുംബസംഗമം ചാലക്കുടിയിൽ നടന്നപ്പോഴായിരുന്നു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ കമറുദ്ദീനിക്കയുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരത്ഭുത പ്രതിഭാസത്തിൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവമായിരുന്നു കിട്ടിയത്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ളയാൾ എന്ന പദവി അലങ്കരിച്ച പാവറട്ടി പുതുമനശ്ശേരി പണിക്ക വീട്ടിൽ കമറുദ്ദീനിക്ക 61 വയസ്സോർമ്മയായി. 7 അടി 1 ഇഞ്ചാണ് ഇദ്ദേഹത്തിൻ്റെ ഉയരം. കമറുദ്ദീനിക്കയുടെ ഈ ഉയരം ജീവിതത്തിൽ നേട്ടങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമായിട്ടുണ്ട്. തൊഴിൽ തേടി ആരോടും പറയാതെ 1986 മദ്രാസിലേക്ക് വണ്ടി കയറുമ്പോൾ ഒരിക്കലും കമറുദ്ദീനിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ത്യൻ സിനിമയുടെ മായാലോകത്തേക്ക് വളരുമെന്ന്. ടോളിവുഡിലെ അഭിമാനതാരങ്ങളായ കമലഹാസൻ, രജനീകാന്ത് എന്നിവരോടൊപ്പം ഉയർന്ന ഉള്ളം, പണക്കാരൻ എന്നീ സിനിമകളിൽ അഭിനയിച്ച കമറുദ്ദീനിക്ക മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലായി 25ഓളം സിനിമകളിൽ വേഷമിട്ടു. പ്രശസ്ത നടി റോജയ്ക്കൊപ്പം കന്നഡ സിനിമയിൽ മുഴുനീളം റോബോട്ട് ആയും അഭിനയിച്ചു. അത്ഭുതദ്വീപ് എന്ന വിനയൻ ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത്. ഉയരത്തിൽ ഒന്നാമനാണെന്നതിൽ അഭിമാനിക്കുമ്പോഴും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും പേറിയാണ് കമറുദ്ദീനിക്കയുടെ ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്നത്. ശീതളപാനീയങ്ങൾ വിറ്റും ലോട്ടറി കച്ചവടം നടത്തിയും സെക്യൂരിറ്റി ജോലി ചെയ്തുമാണ് ജീവിതം മുന്നോട്ട് പോയിരുന്നത്. 7 അടി 1 ഇഞ്ച് ഉയരമുള്ള കമറുദ്ദീനിക്ക ഉയരക്കൂടുതൽ മൂലം ബസ്സിൽ യാത്ര ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയാത്ത കമറുദ്ദീനിക്ക പ്രത്യേകം തുന്നിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ചെരുപ്പ് പോലും അളവിന് വാങ്ങാൻ കഴിയാത്ത അവസ്ഥ വേദനാജനകമായിരുന്നു. കമറുദ്ദീൻ ലൈല ദമ്പതികൾക്ക് 2 പെൺമക്കളാണ്. നാട്ടുകാരുടെയും ടോൾമെൻ അസോസിയേഷൻ്റെയും വിവിധ സംഘടനകളുടെയും സഹായം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയിരുന്നത്. 1999 ഈ സംഘടന രൂപീകരിച്ചപ്പോൾ അന്ന് തൊട്ട് ഞാൻ സംഘടനയിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതുവരെ ഉയരം ഒരു ശാപമായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഏറ്റവും ഉയരം കൂടിയ എല്ലാവരും എന്നെ ഉയരം കൂടി ഒരു പരിഹാസന കഥാപാത്രം വഹിക്കുമ്പോൾ എനിക്കൊരു ശാപമായിട്ടാണ് തോന്നിയിരുന്നത്. അങ്ങനെ ആദ്യമായി 1999 പാവർട്ടിപ്പള്ളി പെരുന്നാളിന്റെ അന്നാണ് സിബു സാറ് എൻ്റെ വീട്ടിൽ വരുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഉയരം കൂടിയ ഒരു സംഘടന രൂപീകരിക്കണം, കമറുദ്ദീനല്ലേ റെഡിയല്ലേ ചോദിച്ചു. അങ്ങനെയാണ് ചാലക്കുടിയിൽ വെച്ച് സക്രി സാറ് നമ്മളോട് വിട പറഞ്ഞു പോയ സക്രി സാറ് കൂടെ അവർ സാഹചര്യത്തിൽ ഞങ്ങൾ സംഘടന രൂപീകരിക്കുന്നത്. ഇപ്പോൾ അതുവരെ ഞാൻ ഇതില് നല്ല സംഘടനയിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉയരം എനിക്കൊരു അഭിമാനം ദൈവം തന്നൊരു വലുതാണ്. അത് ഈ സെൻമെൻസ് ഗ്രൂപ്പിൽ കൂടി തന്നെ ഇത് തന്നെയായിരുന്നു നല്ലൊരു നമ്മളുടെ മനസ്സ്. ഈ മനസ്സ് എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ നിങ്ങളെ എല്ലാവരും കണ്ടുമുട്ടും, വീണ്ടും തമ്മിൽ കണ്ടുമുട്ട സാധിക്കും എന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാൾ. 2 മാസത്തിന്റെ ഇടവിലായിട്ട് എനിക്ക് ഒരു പനി വന്നതാണ്. അതിൽ മറ്റേ സോഡിയം കുറഞ്ഞു പോയി, അടുത്തതായിട്ട് തളർന്നു പോയി. ഇപ്പോൾ ഞാൻ പരിപാടിക്കൊന്നും പോകുന്നില്ല. എന്നാലും കുടുംബം പറ്റുവാനായിട്ട് ഈ ടോൾമെൻ സംഘടന ഇതിൽ പല സഹായങ്ങളും ഇത് ചെയ്ത് തരുന്നുണ്ട്. കല്യാണ വേനാണ്. പിന്നെ ഈ സംഘടന എന്നും നിലനിൽക്കട്ടെ എന്നും ഈ എന്റെ കൂടപ്പുറപ്പുകളുടെ എല്ലാ സഹോദരന്മാരും ഇതിനൊപ്പം ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ